പ്രബോധമായുള്ള ജനഗണമന അധിനായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കല ബംഗ വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉച്ഛല ജലധി തരംഗ तव शुभ नामे जागे तव शुभ आशीष मागे गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे ഇനി നമുക്ക് അതിന്റെ സ്വരം ഇൻസ്ട്രുമെന്റിൽ എങ്ങനെ വായിച്ചത് വാദ്യങ്ങളില് സ്വരങ്ങളാണ് അല്ലയോ ഓർമ്മയല്ല അതും നോക്കാം സരി ഗ ഗ ഗ ഗ ഗ ഗ ഗ ഗ രി ഗ മ ഗ ഗ ഗ രി 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 സാ സാ പ പ പ പ പ ഒരു ട്യൂൺ കേട്ടില്ലേ പ്രീണം പ്രീണത്തിലാണല്ലോ അവർ പാടിയത് ഇത് ഞാൻ വെറുതെ സപ്തസ്വരങ്ങൾ കേട്ടുണ്ടോ സ്വരങ്ങൾ എത്ര ഉണ്ട് 7 എണ്ണം ഓർമ്മിച്ച് വെച്ചോണേ ഇപ്പൊ ക്രിസ്മത്സരത്തിന് ചോദിക്കേ സ്വരങ്ങൾ എത്ര ഉണ്ട് 7 എണ്ണം അതിനെന്ത് പറയും സപ്ത സ്വരങ്ങൾ അല്ലേ അപ്പോ നമ്മുടെ ജനഗണമന എന്ന് പറയുന്ന ഈ ദേശീയത ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ഗാനം രവീന്ദ്രനാഥ ടാഗോറിന്റെ ജീവചരിത്രം ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ യുപിയിലെ കുട്ടികളൊക്കെ കുറച്ച് പുസ്തകങ്ങളൊക്കെ കിട്ടും വായിച്ചത് ദേശീയ ഗാനത്തെ കുറിച്ചൊക്കെ ഇപ്പൊ രവീന്ദ്രനാഥ ടാഗോർ സംഗീതം പഠിച്ച ഒരാളായിരുന്നു നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വലിയ വലിയ മഹാന്മാര് ഇവിടെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരും കണക്കിന്റെ
ഏറ്റവും വലിയ ഒരു വ്യക്തിയാണ് പൈതഗോറസ്. കേട്ടോ? പൈതഗോറസ് നല്ല ഒരു സംഗീതജ്ഞനായിരുന്നു. മനസ്സിലായില്ലേ? അപ്പോ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് മഹാന്മാരായിട്ടുള്ള വ്യക്തികൾ സംഗീതം അഭ്യസിക്കുന്നു. അക്കൂട്ടത്തില് ഞാൻ പറഞ്ഞു വരുന്ന ചോദിക്കാനുള്ള ചോദ്യം, രവീന്ദ്രനാഥ് ടാഗോറും സംഗീതം പഠിച്ചിട്ടുള്ളതാണ്. എന്ന് വെച്ചാൽ ഇന്ത്യയിലെ സംഗീതം എല്ലാം പഠിച്ചിട്ടുണ്ട്, അതുപോലെ പുറത്തെ സംഗീതം. എത്ര തരം സംഗീതം ഉണ്ടെന്ന് അറിയാമോ? രീതികൾ പ്രധാനമായിട്ട് എഴുതിക്കോണം. ഞാൻ ചോദിക്കുന്നു, എഴുതിയൊക്കെ വെച്ചോ, കോപ്പിയൊക്കെ അടിക്കുക. അപ്പൊ എത്ര തരം സംഗീത രീതികളുണ്ടെന്ന് അറിയാമോ? 2 തരം പ്രധാനമായിട്ട്. ഒന്ന് പാശ്ചാത്യ സംഗീതം, അതായത് വെസ്റ്റേൺ മ്യൂസിക്. നമ്മൾ ഡ്രംസൊക്കെ അടിച്ചുണ്ടോ കൊച്ചുകുട്ടി? വെസ്റ്റേൺ മ്യൂസിക്, പാശ്ചാത്യ സംഗീതം. പാശ്ചാത്യ സംഗീതം. അടുത്തത് പൗരസ്ത്യ സംഗീതം. പാശ്ചാത്യം, പൗരസ്ത്യം, അല്ലെങ്കിൽ പടിഞ്ഞാറൻ സംഗീതം, കിഴക്കൻ സംഗീതം എന്ന് എഴുതിയാലും മതി. പടിഞ്ഞാറൻ സംഗീതം, കിഴക്കൻ സംഗീതം എന്ന് എഴുതിയാലും മതി. അപ്പൊ നമ്മള് ഏത് സ്ഥലത്ത് എവിടെയാണുള്ളത്? കിഴക്കാണോ പടിഞ്ഞാറാണോ? വല്ല നിശ്ചയമുണ്ടോ? കിഴക്കാണോ പടിഞ്ഞാറാണോ? പടിഞ്ഞാറ്. ഇനി പതിയാലും വേറെ ആരെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ? എന്തായിക്കോട്ടെ, നമ്മള് കിഴക്കാണ്. അപ്പൊ കിഴക്കൻ സംഗീതമാണ് നമ്മളുടെ സംഗീത രീതി. അതിൽ പ്രധാനപ്പെട്ട ഒരു സംഗീത രീതിയാണ് നമ്മുടെ ഇന്ത്യയിലുള്ള. ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം, ഈ ക്വിസ് മത്സരത്തിൽ അവസാന സമ്മാനം എല്ലാവർക്കും സമ്മാനം തരില്ല. ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കുന്നവർക്ക് മാത്രമേ ഒരു ഉത്തരവിന് ശരിയായിട്ട് എഴുതുന്നവർക്കേ ഉള്ള സമ്മാനം. മനസ്സിലായല്ലോ? അപ്പോ കിഴക്കൻ സംഗീതം, പടിഞ്ഞാറൻ സംഗീതം. അതിൽ കിഴക്കൻ സംഗീതമാണ് നമ്മുടെ ഇന്ത്യയുടെ സംഗീതം, അതിൽ ഉൾപ്പെടുന്നത്. അപ്പൊ ഇന്ത്യയിൽ 2 തരം സംഗീത രീതികളുണ്ട്. ഒന്ന് ഹിന്ദുസ്ഥാനി സംഗീതം. ഹിന്ദുസ്ഥാനി ആദ്യം നമ്മൾ കുറെ ഇൻസ്ട്രുമെന്റ്സ് കണ്ടല്ലോ, കുറെ ആൾക്കാരൊക്കെ വായിക്കുന്നു. ഹിന്ദുസ്ഥാനി വെളിക്കണേ, ഹിന്ദുസ്ഥാനി സംഗീതം. ഇനി അടുത്തത് നമ്മുടെ തെക്കേന്ത്യയുടെ സംഗീതം. അതിനെയാണ് പറയുന്നത് കർണാടക സംഗീതം. കർണാടക സംഗീതം. അപ്പോ ഈ ജനഗണമനകളുടെ പ്രത്യേകത, നമ്മുടെ കർണാടക സംഗീതത്തിൽ ഉള്ള ഒരു ഈണവും ഹിന്ദുസ്ഥാനി സംഗീതത്തിലുള്ള ഒരു ഈണവും പാശ്ചാത്യ സംഗീതത്തിലുള്ള ഒരു ഈണവും ഏകദേശം തുല്യങ്ങളാണ്. ഏകദേശം തുല്യങ്ങളാണ് എന്ന് വെച്ചാൽ നമ്മള് പാശ്ചാത്യ സംഗീതത്തിൽ സി മേജർ എന്ന് പറയും. പാശ്ചാത്യ സംഗീതത്തിൽ സി മേജർ എഴുതിക്കോ. ഇത് പിന്നീട് ചോദിക്കും, ജനഗണമന ഏത് ഈണത്തിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്? അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിക്കണം. ഒന്ന് സി മേജർ, അല്ലെന്നുണ്ടെങ്കിൽ ഹിന്ദുസ്ഥാനിയിലെ ബിലാവൽ. ബിലാവൽ ബിലാവൽ ബിലാവൽ. ഇനി കർണാടക സംഗീതം, നമ്മുടെ തെക്കേന്ത്യയുടെ, അതിന് പറയും ശങ്കരാഭരണം. എന്താ പറയും? ശങ്കരാഭരണം. അപ്പോ രവീന്ദ്രനാഥ് ടാഗോർ ലോകത്തിലുള്ള ആർക്കും നമ്മുടെ ദേശീയ ഗാനം പാടണം, ഈ പാടാൻ സാധിക്കണം. ലോകത്തിലുള്ള ആർക്കും നമ്മുടെ ദേശീയ ഗാനം പാടാൻ സാധിക്കണം എന്നുള്ള വിചാരത്തോടു കൂടിയാണ് അദ്ദേഹം ഈ ജനഗണമനയ്ക്ക് ഈ ട്യൂൺ തന്നെ തെരഞ്ഞെടുത്തത്. മനസ്സിലായില്ലേ? അപ്പൊ അതിന്റെ 7 സ്വരങ്ങൾ പാടി കേൾപ്പിക്കാം. Sorry,
സി മേജർ അത് അറിഞ്ഞിരുന്നാൽ മതി. ബാക്കിയൊക്കെ നിങ്ങൾ പിന്നെ പഠിച്ചാൽ മതി. അപ്പൊ ക്വിസ് മത്സരത്തിൽ എഴുതണേ അവസാനം. ആരാ ചൂൺ ചെയ്തത്? ആരാണത് എഴുതിയത്? പക്ഷെ ചൂൺ ചെയ്തതിന് സഹോദരനാണ്. മനസ്സിലായില്ലേ? ദിനേന്ദ്രനാഥ് ടാഗോറാണ് ചൂൺ ചെയ്തത്. അത് ചിലപ്പോൾ നോക്കണ്ട, അത് കുഴപ്പമില്ല. ഇപ്പൊ ടാഗോറാണ് ഈ ഗാനം എഴുതിയത്. അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തത്. അപ്പൊ എഴുതിയ ഈണം മനസ്സിലുണ്ടാവണം. ഏതാണ് എഴുതിയ ആളിനെ ഓർമ്മയുണ്ടല്ലോ. എഴുതിയ ഭാഷ അറിയാമോ? ബംഗാളിയിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇനി ഒരു കാര്യം, നമ്മളിപ്പോ സരിഗമ പദനിയൊക്കെ പാടി അല്ലേ? ഇതിന് എന്ത് പറയും? സ്വരങ്ങൾ അല്ലേ? അപ്പൊ ഞാൻ ഇനി ഒരു ചെറിയ ചോദ്യം ചോദിക്കാൻ പോവാം. വാദ്യങ്ങൾ കണ്ടല്ലോ, വാദ്യങ്ങൾ. ഈ വാദ്യങ്ങളെ നമുക്ക് പ്രധാനമായിട്ട് എത്ര തരത്തിലുണ്ട്? 2 തരത്തിൽ എന്ന് പറഞ്ഞു. അറിഞ്ഞോ അറിയാതെയോ 2 തരം പറഞ്ഞു. ഏതൊക്കെയാണ് പറയാമോ? പാട്ട് വായിക്കുന്നത് ഇല്ലയോ? കുറെ വാദ്യങ്ങളിൽ പാട്ടാണ് വായിക്കുന്നത്. ഇനി കുറെ വാദ്യങ്ങളില് താളമാണ് വായിക്കുന്നത്. എന്താണ് താളം? അപ്പോ നമുക്ക് മുമ്പേ നമ്മൾ പറഞ്ഞു സംഗീതത്തിന്റെ ലിപി ഏതാണ്? അക്ഷരമാല. ഞാൻ ചോദിക്കും വിസ്മരണത്തിന് മുമ്പേ പറഞ്ഞതിന് സ്വരങ്ങൾ ഉണ്ടോ? കുറച്ചുപേര് എന്തായാലും പ്രൈസ് വാങ്ങിക്കുന്നത് ഉറപ്പാണ്. സംഗീതത്തിന്റെ അക്ഷരമാല ഏതാണ്? സ്വരങ്ങൾ. ഇനി താളത്തിലും ഇതുപോലെ അക്ഷരമാല. ഇതിലൂടെ താളത്തിൽ വായിക്കുന്നില്ലേ? പിന്നെ ഒരുപാട് വാദ്യങ്ങൾ കണ്ടു. തബല കണ്ടു, മൃദംഗം കണ്ടു. അതിനെയൊക്കെ തിരിച്ചറിയണം. ഇനി ഞാൻ പിക്ചർ കാണിക്കും, അപ്പോഴും തിരിച്ചറിയണം. വീണ കണ്ടു, വയലിൻ കണ്ടു, ഉണ്ടോ? ഒരുപാട് കണ്ടല്ലേ വാദ്യങ്ങൾ. അപ്പോ താളവാദ്യങ്ങളിൽ വായിക്കുന്ന അക്ഷരമാലയുടെ പേര് അറിയാമോ? ഒരു കൊച്ചുകുട്ടി ഗണത്തിൽ തബല വായിച്ചിട്ട് അവൻ ചില കാര്യങ്ങൾ പറയുന്നത് ഞാൻ ശ്രദ്ധിക്കണേന്ന് പറഞ്ഞു. അപ്പോഴേ അവൻ തരികിട്, നഗതരികിട്, പികുതകതരികിട് എന്നൊക്കെ അവൻ പറയുന്നത് കണ്ടു. കണ്ടോ? ശ്രദ്ധിച്ചില്ലായിരുന്നു. ശ്രദ്ധിക്കാൻ പറഞ്ഞാൽ ശ്രദ്ധിക്കത്തില്ല. അതായി കുഴപ്പം. മനസ്സിലായില്ലേ? അപ്പോ ഈ താളവാദ്യങ്ങളിൽ വായിക്കുന്ന ആ അക്ഷരമാല, താളത്തിന്റെ അക്ഷരമാലയ്ക്ക് പറയുന്ന പേരാണ് ചൊല്ല്. എന്ത് പറയും? ചൊല്ല്. എഴുതിക്കോ. ഓരോ വാദ്യത്തിലും ഓരോ തരത്തിലുള്ള ചൊല്ലുകളുണ്ട്. അപ്പൊ നമുക്ക് സ്വരങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ അപ്പോഴേ എഴുതും. ഏതായിരുന്നു? സാരി, ഗമ, പാധ, നീ, 7 സ്വരങ്ങൾ. അപ്പൊ ചൊല്ലുകൾ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാറിയാമോ? അറിയത്തല്ലോ. അപ്പൊ ഒരു 4 ചൊല്ലുകൾ എഴുതിക്കോ. 4 അക്ഷരമാലയിലെ 4 എഴുതിക്കോ. ഒന്ന് ത, തി, ദും, 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 ദുമ്മല്ല ദും. ദും എഴുതില്ല, കുഴപ്പമില്ല. ഇഷ്ടമുള്ള രീതിയിൽ എഴുതും. ദും. അടുത്തത് നം, നം, നം. അപ്പൊ നമുക്ക് ഇതൊന്ന് പറഞ്ഞു നോക്കാം. അപ്പൊ എന്താ പറഞ്ഞത്? താളം. താളത്തിന്റെ അക്ഷരമാല എന്താണ്? ചൊല്ല്. മറന്നു നോക്കില്ലേ? ഇപ്പൊ ഏതാണ്ട് പിന്നെ ഒരു 5-6 ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട്. അതൊക്കെ ഓർമ്മിച്ച് വെച്ചിരുന്നാൽ പൈസ വാങ്ങിക്കും. ചൊല്ലുകൾ ഏതായാലും ചൊല്ല് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ അതോ എഴുതും. ഏതായാലും ചൊല്ല് എഴുതാൻ താ, നീ, ഏതെങ്കിലും എഴുതി വെച്ചാൽ അപ്പോഴേ മാത്രമേ കള്ളത്തരം കാണിക്കരുത്. അവസാനം ക്രിസ്മസ് നോക്കിയെടുക്കും കേട്ടോ. അപ്പോ നമുക്ക് ഇതൊന്ന് പറഞ്ഞു നോക്കാം. ഒരുപാട് വാദ്യങ്ങളുണ്ട്. അതിൽ നമ്മള് ഈ ചൊല്ല് സാധാരണഗതിയിൽ
അപ്പൊ പ്രഥമ എങ്ങനെ വായിക്കുന്നത്? ഇങ്ങനെ കണ്ടോ? ഇവിടെ ഒരു കറുത്ത ഒരു സംഗതിയെ കാണും. ശ്രദ്ധിച്ചിട്ടില്ലേ? പ്രഥമം. ഞാൻ പിക്ചർ കാണിക്കും, തിരിച്ചറിയണം. മൃദംഗം തിരിച്ചറിഞ്ഞോണം, തബല തിരിച്ചറിഞ്ഞോണം. പിന്നെ പിള്ളേരുടെ അറിയാമല്ലോ. വയലിൻ തിരിച്ചറിഞ്ഞോണം. വീണയെ പോലുള്ള വേറെ പിക്ചർ ഞാൻ കാണിക്കും. അപ്പൊ അത് നീളാന്ന് എഴുതി വെക്കരുത്. വീണ കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. അപ്പൊ ശ്രദ്ധിച്ചു. അപ്പൊ ചൊല്ല് നമുക്കൊന്ന് പറയാൻ ശരിക്കും. ഇവിടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വളരെ പ്രകൃതിയുടെ താളം ഏതാ? 1, 2, 3, 4, 5, 6, 7, 8 ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ ഇത് നമുക്ക് ഒറ്റ അടികൊണ്ട് മാത്രം കാണിക്കാം. ഈ പ്രകൃതിയിൽ ഉണ്ടാകുന്ന ഏത് ചലനവും ഞാനത് ചൊല്ലട്ടെ. കാറ്റടിച്ചപ്പോഴത്തേക്ക് നമ്മുടെ ഈ ഉണ്ടോ വെറുതെ അനങ്ങുന്നുണ്ടോ? അപ്പൊ ഇല അനങ്ങുന്നത് എങ്ങനെ കാണിക്കാൻ പറ്റുമെന്ന് കാണിച്ച് ഇല അനങ്ങുന്നത്. പശു അല്ല, നമ്മൾ നടക്കുന്ന എങ്ങനെ കാണിക്കാം? പക്ഷെ ഒരു ഇല അനങ്ങുന്നത് എങ്ങനെ കാണിക്കും? ഉണ്ടോ? ഇങ്ങനെ അനങ്ങുന്നത്. അപ്പൊ അതെങ്ങനെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, കണ്ടോ? ഇനി പക്ഷി പറക്കുന്നു, അതെങ്ങനെ കാണിക്കും? എങ്ങനെ കാണിക്കും? പക്ഷി ഇങ്ങനെ പതുക്കെ പറഞ്ഞാലും പറയാൻ പറ്റില്ലയോ? അപ്പൊ നല്ല സ്പീഡിലായിരിക്കും. അങ്ങനെ പറയാൻ പറ്റത്തില്ല, ഭയങ്കര സ്പീഡിലായിരിക്കും. മനസ്സിലായോ? പക്ഷെ ഇതെല്ലാം എങ്ങനെ നമുക്ക് എണ്ണാം? 1, 2, 3, 4, 5, 6. ഇതിന് വേഗം കൂടി 1, 2, 3, 4, 5, 6, 7, 8. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. മനസ്സിലായില്ലേ? ഇങ്ങനെ ഇതെല്ലാം പ്രകൃതിയിൽ ഉണ്ടാവുന്ന താളമാണ്. അടുത്ത ക്വസ്റ്റ്യന്റെ ചോദ്യമാണ് പറയാൻ പോകുന്നത്. പ്രകൃതിയിൽ ഉണ്ടാവുന്ന താളമാണ്. അപ്പൊ പ്രകൃതിയിൽ ഉണ്ടാവുന്ന താളത്തിന് ഒരു പേരുണ്ട്. എന്താ? പ്രകൃതി താളം. പ്രകൃതി താളം. ഇനി പ്രകൃതിയിൽ ഉണ്ടാവാത്ത ചില താളങ്ങളുണ്ട്. ഇതൊക്കെ മനുഷ്യൻ പ്രകൃതിയെ പഠിച്ചതിന് ശേഷം അവൻ ഉണ്ടാക്കിയെടുത്ത ചില താളങ്ങൾ. മനസ്സിലാകുന്നുണ്ടാവും. അപ്പൊ അതിന് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, ചില ആംഗ്യങ്ങളൊക്കെ കാണിക്കും. മനസ്സിലായി? പാട്ടുകാരൊക്കെ പാടാൻ പറ്റുന്നതാണ് ഇങ്ങനെ കാലിലൊക്കെ ഇങ്ങനെ അടിച്ചത്, ഇങ്ങനെയൊക്കെ എണ്ണുന്നതല്ലേ? ഇങ്ങനെ അടിക്കുന്നു, വീശുന്നു. അപ്പൊ നമ്മുടെ ഇയാൾക്ക് എന്തോ ചെറിയ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട് എന്നായിരിക്കും നമ്മുടെയൊക്കെ ഒരു ചിന്ത. പക്ഷെ അയാൾ എന്താ ചെയ്യുന്നത്? അയാളൊരു പ്രത്യേക തരത്തിലുള്ള താളം ഇടുകയാണ്. അപ്പൊ ആ താളത്തിനനുസരിച്ചാണ് അയാൾ എന്ത് ചെയ്യുന്നത്? പാടുന്നത്. മനസ്സിലായില്ലേ? നമുക്ക് ജനഗണമന ഞാൻ ഒരു തമിഴ് കാണിച്ചു തരാം. അതുപോലെ നമുക്കൊന്ന് പാടി നോക്കാം. 1 കൈ അടിച്ച് എല്ലാവരും 1. ഇനി ഈ വരെ മടക്കാം. 2, 3, 4. 1, 2, 3, 4. 1, 2, 3, 4. നമ്മളിങ്ങനെയൊന്നും ചെയ്യുന്നില്ല, ഇങ്ങനെ വീഴ്ചയൊന്നും ചെയ്യുന്നില്ല. വെറുതെ 1, 2, 3, 4. മനസ്സിലാണല്ലോ? ഇനി നമുക്ക് ജനഗണമന ഒന്ന് പാടി നോക്കാം. ജനഗണമന അധിനായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത. പഞ്ചാബ്, സിന്ധ്, ഗുജറാത്ത്, മറാഠ, ദ്രാവിഡ, ഉത്കല, വംഗ, വിന്ധ്യ, ഹിമാചല, യമുന, ഗംഗ, ഉച്ഛല, ജലധര. തവ ശുഭ നാമേ ജാഗേ, തവ ശുഭ ആശിഷ് ആഗേ, ആഗേ തവ ജന ഗണ മംഗളദായക ജയ ഭാരത ഭാഗ്യ വിധാത. മനസ്സിലായില്ലേ? അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്തു? കൗണ്ട് ചെയ്ത എണ്ണിയതാണ്. അപ്പോ നമ്മളിപ്പോ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? നമ്മൾ താളം ഇടാതെ ഇത് പാടുകയാണെന്നുണ്ടെങ്കിൽ ജനഗണമന അതിനായക ജയ ഭാരത ഭാഗ്യ വിധാത, ജനഗണമന ജനഗണമംഗള ദായക ജയ, ഇങ്ങനെയൊക്കെ നമ്മൾ പല വിധത്തിലായി
പാടുന്നത്. ഇവിടെ എന്താ സംഭവിച്ചതെന്ന് അറിയാമോ? പാട്ടിനെ നമ്മൾ നിയന്ത്രിച്ചു, അല്ലേ? പാട്ടിനെ നമ്മൾ നിയന്ത്രിച്ചു, സമയത്തിന്റെ പരിധിയിലാക്കി. കണ്ടില്ലേ? 1 സെക്കൻഡ് വെച്ചാണ് നമ്മൾ എണ്ണിയത്. 1 2 3 4 1 2 3 4 1 2 3 4. അപ്പോ ഇനി ക്വിസ് മത്സരത്തിലുള്ളൊരു ചോദ്യമാണ് പറയാൻ പോകുന്നത്. അതായത് പാട്ട്. ആനയെ കണ്ടോ? ആന ഇങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. ഇനി പോയപ്പോഴത്തേക്ക് ആനയ്ക്ക് ഒരുതരം ചങ്ങലയിട്ട് മുമ്പിലത്തെ കാലും പിമ്പിലത്തെ കാലും കൂടി ഇങ്ങനെ കെട്ടിയിരുന്നതാണ്. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ ഇനി ഉത്സവം കാണുമ്പോൾ പല ആനകളുടെയും ആ ഒരു വിലങ്ങ് എങ്ങനെയാണ് ഇട്ടിരിക്കുന്നത് നോക്കണം. ചില ആനകൾക്ക് അത് ചുമ്മാ അഴിച്ചിട്ടേക്കും. കാരണം എന്താ? ചില ആനകളുടെ ഈ വിലങ്ങ് കുറച്ച് ലൂസ് ചെയ്തിട്ടേക്കും. എന്താ കാര്യം? എന്തെങ്കിലും പറ. അപ്പം ഓടാതിരിക്കാനെന്ന് മുറിക്കല്ലേ കിട്ടും. അഴിച്ചിട്ടേക്കും. എന്താ കാര്യം? ആനപ്പം വലിയ കുഴപ്പക്കാരനല്ല, അതുകൊണ്ടാണ് ഞാൻ അഴിച്ചിട്ടിരിക്കുന്നത്. അവരൊരു നിശ്ചിത വേഗതയിലേക്ക് പോകും. മനസ്സിലായില്ലേ? ഇനി ചില ആശാന്മാരുണ്ട്, അവന്മാരുടെ മുന്നിലത്തെ കാലും പിന്നിലത്തെ കാലും തമ്മിൽ ചിലപ്പോൾ ഇത്രയൊക്കെ അകലത്തിലിട്ട് ബന്ധിച്ച് നിർത്തും. എന്താ കാര്യം? ഇവനില്ലേ ചെണ്ടയുടെ ശബ്ദവും വെടിയുടെ ശബ്ദവും കേൾക്കുമ്പോ അവന് തോന്നിയണക്കേറി ഓടും. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ വെളിയെ ശരിയായോ? നമ്മൾ അടുത്തിരിക്കുന്നത് നമ്മളങ്ങ് ചമ്മന്തി ആവത്തില്ലേ? ആണോ? അപ്പൊ അങ്ങനെ കുഴപ്പക്കാരായിട്ടുള്ള ആനകൾ എന്ത് ചെയ്യും? നമ്മള് പൂച്ചുവിലങ്ങ് കൊണ്ട് എന്ത് ചെയ്യും? കുറച്ചുകൂടെ അടുപ്പിച്ച് ചേർത്ത്. അപ്പൊ എന്താ അവിടെ നിയന്ത്രിക്കുന്നത് അറിയാമോ? ഇതിന്റെ നടപ്പ് ഇല്ലയോ? അതിന്റെ വേഗത ശ്രദ്ധിക്കുന്നുണ്ടോ? ഇപ്പൊ ഞാൻ ചോദിച്ച ഒരു ക്വസ്റ്റ്യനാ, ഇപ്പം പറഞ്ഞ ഒരു ക്വസ്റ്റ്യനാ. എന്തുവാ? എന്തിനാണ് നിയന്ത്രിച്ചത്? വേഗത. എന്തിനാ നിയന്ത്രിക്കും? നമ്മൾ താളം ഇടുമ്പോഴും എന്താ ചെയ്യുന്നത്? താളം ഇടുമ്പോൾ എന്ത് ചെയ്യും? പാട്ടെന്ന് പറയുന്നത് ആനയെ പോലാണ്, തോന്നിയെടുത്തോടെ കേൾക്കും. അപ്പൊ എന്ത് ചെയ്യും? പാട്ട് എങ്ങനെ പോകണം എന്ന് നമ്മൾ നിശ്ചയിക്കും. എന്നിട്ട് നമ്മൾ അതിന്റെ വേഗതയെ നമ്മൾ നിയന്ത്രിക്കും. പിന്നെ വേഗതയിൽ വേണം പോകണം. ഞാൻ പല വേഗതയിൽ ജനഗണമന പാടിപ്പിച്ചത്. ജനഗണമന അധിനായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത. ഇതൊരുമാതിരി ചാട്ടാല വേണ്ടി പാടുന്നവരായിപ്പോയി. ആണോ? ഇനി നമുക്ക് ഇച്ചിരി കൂടെ വേഗത കൂട്ടാൻ പോവാം. ജനഗണമന അധിനായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത. ഇനി ഞാൻ കുറച്ചുകൂടെ വേഗത കൂട്ടാൻ പോവാം. ജനഗണമന അധിനായക ജയ ഹേ. നമുക്ക് എന്താ അത്യാവശ്യമുണ്ട് ഇവിടെ പോകേണ്ടത്, അതുകൊണ്ട് നമ്മള് പെട്ടെന്ന് പാടി തീർക്കുക. ജനഗണമന അധിനായക. കൂടെ വിടാൻ നേരത്തെ ഇങ്ങനെ പാടാനല്ലേ ആഗ്രഹിക്കുന്നത്? കൂടെ വിടാൻ ഇപ്പൊ ഒരു ചെറിയ ആഗ്രഹമില്ലയോ ഇങ്ങനെ ഒന്ന് പാടിയ കൊള്ളായിരുന്നു നമുക്ക് പോകാനായിട്ട്? ഉണ്ടോ? ഒന്ന് കൈവക്കിയേ. ഇപ്പൊ പോകണമെന്ന് താല്പര്യമുള്ള കൈവക്കിയേ. കണ്ടോ? ആൾക്കാർ കൈവക്കുന്നത് കണ്ടോ? ആവശ്യം പോലെ ആൾക്കാരുണ്ട്. അപ്പോ ഇങ്ങനെ നമുക്ക് പാട്ടിനെ നമുക്ക് പല വേഗതയിൽ നിയന്ത്രിക്കാം. ഇപ്പൊ പാട്ടിനെ നിയന്ത്രിക്കുന്ന സംഗതിയാണ് തോന്നുന്നത്. ചോദ്യം ചോദിക്കും, പാട്ടിനെ നിയന്ത്രിക്കുന്നത് എന്തുകൊണ്ടാണ്? താളം കൊണ്ട്. താളം മനസ്സിലായില്ലേ? പാട്ടിനെ നിയന്ത്രിക്കുന്നത് എന്തുകൊണ്ടാണ്? താളം. ഇപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞു, പ്രകൃതിയിൽ ഉണ്ടാകുന്ന താളങ്ങളുണ്ട്. ആ താളം നമ്മൾ ഒറ്റയടി കൊണ്ട് കാണിക്കാം. പക്ഷെ നമ്മുടെ മനുഷ്യർ നിർമ്മിച്ച താളങ്ങളെല്ലാം അതിന് ചില ആംഗ്യങ്ങളുണ്ട്. എങ്ങനെ ആംഗ്യങ്ങൾ? ഞാൻ ഇങ്ങനെ കാണില്ലേ? ഇതൊരു ആംഗ്യമാണ്, ഇതൊരു പ്രത്യേക താളമാണ്. ഈ താളത്തിന്റെ 4 സെക്കൻഡാണ് എടുക്കുന്നത്. ഈ താളത്തിന്റെ പേര് എഴുതുന്ന ഒരു പ്രത്യേക സമ്മാനമുണ്ട്. ഈ താളത്തിന് പറയുന്ന പേരാണ് ഏകതാളം. എന്ത് പറയും? ഏകതാളം. 1 2 3 4. അപ്പൊ ഞാൻ ചോദിക്കും, 4 സെക്കൻഡ് ഉള്ള ഒരു താളത്തിന്റെ പേര് എഴുതുക. അപ്പോഴെന്താ എഴുതും? ഏകതാളം എഴുതില്ല. ഏകതാളം ഇടാൻ മനസ്സിലായോ? 1 അടിക്കുന്നു, 2 3 4. 1 2 3. മിക്കവാറുമുള്ള പാശ്ചാത്യ സംഗീതം എടുത്ത് പോയി കഴിഞ്ഞാൽ ഈ ഒരു ബീറ്റിലായിരിക്കും
മിക്കവാറും ഉള്ളത് പോകുന്നത്. അതിന് ചെറുതായിട്ട് ഇതിനകത്ത് വേറെ ചില വ്യത്യാസങ്ങൾ വരും, അതവിടെ വിട്ടേക്കുക. എങ്കിൽ പോലും നമ്മുടെ സിനിമാ പാട്ടുകൾ എടുത്താലും നമ്മുടെ ലളിതഗാനം എടുത്താലും നമ്മുടെ പാശ്ചാത്യ സംഗീതത്തിലെ പാട്ടുകൾ എടുത്താലും മിക്കവാറും എല്ലാം ഇങ്ങനെ 1 2 3 1 2 3 4 1 2 3 ഇങ്ങനെ ഒരു ബീറ്റിലായിരിക്കും പോകുന്നു. വിശേഷിച്ച് നമ്മുടെ കർണാടക സംഗീതം എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യാസങ്ങൾ. അപ്പൊ പാട്ടിന് തടയുന്ന എന്തുപയോഗിച്ചാൽ താളം, ഒരു താളത്തിന്റെ പേരെഴുതാമോ? ഏകതാളം എഴുതിയല്ലോ. ഇനി നമുക്ക് മുന്നേ പറഞ്ഞത് താളം പറയുന്നത് എന്തുകൊണ്ടാണെന്നാണ്. താളം ചൊല്ല്. താളത്തിന്റെ അക്ഷരമാല എന്തോടെ? ചൊല്ല്. എത്ര എണ്ണം അറിയാം? ഏതൊക്കെയാ? താ തീ ദം നം. നമുക്ക് ഈ ഏകതാളത്തിൽ നമുക്ക് അതൊന്ന് പറഞ്ഞോ, മനസ്സിലായോ? ഏകതാളത്തിൽ നമുക്കൊന്ന് പറഞ്ഞോളൂ. ആരാണ് ഇത് പറയുന്നത് അയാൾക്ക് പ്രത്യേക സമ്മാനമുണ്ട്. ഇത് താളത്തിൽ പറയുന്നത്